കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനന്റെ, കൈവിടില്ലൻ കർത്തനന്റെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധു എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിടുന്നു സാധു എന്നെ കൈവിടാതെ, നാഥനെന്നും നടത്തിടുന്നു. ദൈവനാമം മഹത്വപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഒരു വാക്കിട്ട് വായിക്കാം. യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യെശയ്യാവ് 25-8 എടുത്തവരെന്ന് വായിച്ച് സഹായിക്കാം. അവൻ സദാകാലത്തേക്കും മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയെ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. വളരെ ആശ്വാസം തരുന്ന ഒരു വാക്യമാണ് നാം വായിച്ച് കേട്ടത്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇന്ന് പകലിൽ കണ്ണുനീർ എന്നുള്ള വിഷയം, അതിന് കാരണങ്ങൾ, ആ കണ്ണുനീരിൻ്റെ ശുശ്രൂഷകൾ, അവ ഏതൊക്കെയാണ് എന്നാണ് ചിന്തിപ്പാൻ കർത്താവിൽ ഞാൻ ആശിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചെറിയൊരു ആമുഖം പറഞ്ഞിട്ട് നാം വായിച്ച വേദഭാഗത്തോട് ബന്ധത്തിൽ ചില ആലോചനകൾ പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ആശിക്കുകയാണ്. ദൈവമാണ് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നത്. 21-ാം അധ്യായം നാം ഓർക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേം, അങ്ങനെ ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, നാം അത് വായിക്കുക. അപ്പോൾ അനുഗ്രഹീതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ഒക്കെ ചെന്നെത്താൻ പോവുകയാണ്. അതിനുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. ആ പ്രത്യാശയാണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ കണ്ണുനീര്, വേദന, പ്രയാസം, രോഗം, ദുഃഖം എല്ലാം ഉണ്ട്. എന്നാൽ അതൊക്കെയും തീരുന്ന ഒരു നാളിന് വേണ്ടി നാം ഈറ്റുന്നതോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നാം കാത്തിരിക്കുക. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ AD 95 കൂടി എഴുതപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി കഴിയുമ്പോൾ അവിടെ വെച്ച് ദൈവം നൽകിയതായിരിക്കുന്ന ദർശനങ്ങൾ നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം 22 അധ്യായങ്ങളുണ്ട്. ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് കർത്താവ് തന്നെ കുറിച്ച് പറയുമ്പോൾ എബ്രായ അക്ഷരമാലയിൽ, ഗ്രീക്ക് അക്ഷരമാലയിൽ 22 അക്ഷരങ്ങളുണ്ട്. ആദിയും അന്തവുമായവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ സകലത്തിൻ്റെയും പൂർണ്ണതയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല ഈ 22 അധ്യായങ്ങളിലായിട്ട് ദൂതന്മാരെ നാം വായിക്കുന്നു. 67 പ്രാവശ്യം ദൂതന്മാരുടെ പ്രത്യക്ഷതകൾ നാം കാണുന്നുണ്ട്. പത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്. മരണത്തിന്റെ മണമുള്ള സ്ഥലമെന്നാണ് പത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ആയിരിക്കുന്നത് മരണത്തിന്റെ മണമുള്ള സ്ഥലത്താണ്. ആ സ്ഥലത്ത് ദൈവം തന്റെ ദാസന് അതേ പ്രദർശിപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആ ഭാവി കാര്യങ്ങളാണ് നാം കാണുന്നത്. അവിടെ ഈ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്കാണ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. തൻ്റെ ദാസന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ദൈവമക്കൾക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. നമ്മോടുള്ള ബന്ധത്തിൽ വരുവാനുള്ള ഭാവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് എഴുതി നൽകപ്പെട്ടിരിക്കുന്നത്. ദർശനമായി യോഹന്നാൻ ലഭിച്ചു. യോഹന്നാൻ അത് നമുക്ക് കാണിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മറനീക്കി കാണിക്കുക എന്നുള്ളതാണ്. മറനീക്കി കാണിക്കുക, അത് മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി കാണിക്കുക. ഒരു തിരശ്ശീല നീങ്ങുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന അനുഭവമാണ് വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം. മാത്രമല്ല ഈ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് അതേ പ്രഥമസ്ഥാനീയനായിട്ട് ഇരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ യേശുക്രിസ്തുവിന് രക്ഷകനെ കുറിച്ച് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ കർത്താവ് എല്ലാത്തിലും ഉന്നതനായി എല്ലാത്തിലും മീതെയിരിക്കുന്ന കർത്താവിനെ നാം കാണുകയാണ്. മാത്രമല്ല ഈ വെളിപ്പാട് പുസ്തകത്തിൽ
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞാട് എന്ന പദം 26 പ്രാവശ്യം ഉപയോഗിക്കുന്നു. കുഞ്ഞാട് എന്ന പദം 26 പ്രാവശ്യത്തോളം ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞാടിന്റെ യാഗമരണം, അതെ, സാക്രിഫൈസ് ഓഫ് ദ ലാം, കുഞ്ഞാടിന്റെ അറുക്കപ്പെടൽ. നാം അത് വായിക്കുന്നത്, നീ അറുക്കപ്പെട്ടു എന്ന് വായിക്കാം. കുഞ്ഞാടിന്റെ അറുക്കപ്പെടൽ, കുഞ്ഞാടിനെ ആരാധിക്കുന്നതായിരിക്കുന്ന കാര്യം 4-5 അധ്യായങ്ങളിൽ. മാത്രമല്ല കുഞ്ഞാടിന്റെ വിജയം നാം കാണുന്നുണ്ട്. അവൻ വിജയം വരിക്കുന്നവനായിട്ട് നാം കാണുന്നു. മാത്രമല്ല അവന്റെ വാഴ്ചയെ കുറിച്ച് ഈ പുസ്തകത്തിൽ നാം വായിക്കുന്നു, റീഡിംഗ് ഓഫ് ദ ലാം. മാത്രമല്ല കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് നാം വായിക്കുന്നു, കുഞ്ഞാടിന്റെ മഹത്വത്തെ കുറിച്ച് വായിക്കുന്നു. അങ്ങനെ 6 കാര്യങ്ങൾ കുഞ്ഞാടിനെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ഒന്ന്, കുഞ്ഞാടിന്റെ യാഗം, പരമയാഗം, കുഞ്ഞാടിനെ ആരാധിക്കുന്ന ആരാധന, കുഞ്ഞാടിന്റെ വിജയം, കുഞ്ഞാടിന്റെ വാഴ്ച, കുഞ്ഞാടിന്റെ കല്യാണം, കുഞ്ഞാടിന്റെ മഹത്വം. ഈ കാര്യങ്ങളൊക്കെ നാം ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല പഴയ നിയമത്തിൽ 1-ാം പുസ്തകമാണ് ഉൽപ്പത്തി, വെളിപ്പാട് പുസ്തകം അവസാന പുസ്തകമാണല്ലോ. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ ഒരു താരതമ്യ പഠനം നാം നടത്തുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയെ നാം കാണുന്നു, സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പുതിയ ഭൂമിയെ നാം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൂര്യചന്ദ്രാദികളെ കുറിച്ച് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി അവയുടെ ആവശ്യമില്ല എന്നാണ് നാം വായിക്കുന്നത്. കാരണം കർത്താവ് തന്നെ അവൻ വെളിച്ചമായിട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തെ കുറിച്ച് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവ പറുദീസയെ കുറിച്ച് നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ വിവാഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് നാം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിന്റെ ആ വരവ് നാം കാണുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അവനെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തുന്ന കർത്താവിനെ നാം കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദുഃഖവും കണ്ണുനീരും നാം കാണുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ കണ്ണുനീരൊക്കെയും തുടച്ചു കളയുന്ന നമ്മുടെ അരുമനാഥനെ കുറിച്ച് നാം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപം തുടങ്ങി എന്നത് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി ശാപം ഇല്ല എന്ന് നാം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവവർഷത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ജീവവർഷത്തിലേക്ക് പ്രവേശനം ലഭ്യമാകുന്നത് നാം കാണുകയാണ്. ഒടുവിലായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം നാം കാണുകയാണ്. മരണം ആരംഭിക്കുന്നു. കർത്താവ് തന്നെ ആ വാക്കാദ്യമായിട്ട് ഉച്ചരിച്ചു, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു ഇനി മരണമില്ല. 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഇനി മരണമില്ല. നാം വായിക്കുകയാണ്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇത് മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന ആ സത്യങ്ങളാണ് നമുക്കിവിടെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യാശയുടെ, ധൈര്യത്തിന്റെ, ബലത്തിന്റെ വാക്കുകൾ ഓരോ ദൈവവേദലിലും ഓരോ നിമിഷവും ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മതിയായതായിരിക്കുന്ന ആലോചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ മനസ്സിൽ കൂടി കടന്നുപോയ വാക്യം ഇതാ, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചുകളെ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഈ വാക്യം എന്റെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരുന്നു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ 1-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ചുരുക്കം നാം അവിടെ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം ചുരുക്കം എന്താണ്? നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിപ്പാനിരിക്കുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം സംഗ്രഹം. നീ കണ്ടത് എന്ന് പറയുമ്പോൾ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട കർത്താവിന്റെ മഹത്വം, അവന്റെ വലിപ്പം, അവന്റെ തേജസ്, അതൊക്കെ അവിടെ വിവരിപ്പാനായിട്ട് അത് എഴുതിയിരിക്കുക. നീ കണ്ടത് എന്താണ്? യോഹന്നാൻ കണ്ടത് കർത്താവിനെ തേജരൂപിയായി കണ്ട ആ യോഹന്നാൻ അപ്പോസ്തലൻ. പത്മോസിന്റെ ദ്വീപിൽ മരണത്തിന്റെ മണമുള്ള സ്ഥലത്ത് കർത്താവിനെ കണ്ട യോഹന്നാന്റെ അനുഭവം എത്ര മനോഹരമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ, അതേ മരണത്തിന്റെ മണമുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ മഹത്വം കാണുവാൻ നമുക്കിടയാകുന്നെങ്കിൽ അതാണ് ക്രിസ്ത്യ ജീവിതം, അതാണ് ധന്യമായ ജീവിതം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ നീ കണ്ടത് ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ 2-3 അധ്യായങ്ങളിലാണത് കാണുന്നത്. സഭകളെ കുറിച്ചുള്ള ദൂതുകൾ നാം വായിക്കുന്നു. അത് 7 സഭകളെ കുറിച്ചുള്ള ദൂതുകൾ. ഈ 7 സഭകളും ഇന്നത്തെ സഭകളോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന അനേക ചിന്തകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. എഫേസോസ് സമൂഹത്തിൽ അത് ലവോദിക്ക സഭ വരെയുള്ളതായിരിക്കുന്ന 7 സഭകളുടെ കാലഘട്ടങ്ങൾ, വിവിധ കാലഘട്ടങ്ങളായിട്ട് അതിനെ പഠിക്കുവാൻ സാധിക്കും. ഇത് ലവോദിക്ക സഭയുടെ കാലഘട്ടമാണ്. നമുക്കറിയാം അതെ അവരുടെ അവസ്ഥ എന്തായിരുന്നു, ലവോദിക്ക സഭയുടെ അവസ്ഥ എന്തായിരുന്നു നാം കാണുന്നത്. അവരെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം.
ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളത് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ലവോദിക്ക സഭയുടെ അനുഭവം ഇതാണ്. ഓരോ സഭകളെ കുറിച്ചും അനേക ആത്മീയ സത്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതിൽ അതിപ്രധാനമായിരിക്കുന്ന അനുഭവം ഈ ലവോദിക്ക സഭ, അവ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, രണ്ടുമല്ലാത്തൊരു സ്ഥിതി. അത് വളരെ ദുഃഖകരമാണ്. ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കാം, അല്ലെങ്കിൽ ശീതവാനായിരിക്കാം. ഇത് രണ്ടുമല്ലെങ്കിൽ എത്രയോ പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർക്കുവാൻ സാധിക്കും. നമ്മുടെ അവസ്ഥ എന്താണ്? നാം ഉഷ്ണവാന്മാരായിരിക്കുന്നെങ്കിൽ നല്ലത്, ശീതവാന്മാരായിരിക്കും നല്ലത്. ശീതവാന്മാരായിരിക്കും ഉഷ്ണവാനായിരിക്കാൻ പറ്റും. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നമ്മുടെ അവസ്ഥ നമുക്ക് സ്വയമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഞാൻ ആത്മീകമായിട്ട് ഉഷ്ണവാനാണോ? ഞാൻ ആത്മീയമായിട്ട് ഉഷ്ണവാനായിട്ട് ഇരിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ഞാൻ എത്രത്തോളം ജ്വലിച്ചു പ്രകാശിക്കുന്നുണ്ട്? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യം നമുക്കറിയാം. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക്. ഇന്ന് പകൽക്കാലം കർത്താവിനെ സഹായിക്കട്ടെ. അവന് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കുവാൻ നമ്മെ കുറിച്ച് കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? അവന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മെ വിളിച്ചത്. അവൻ നമുക്ക് ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ ഓട്ടവും കർത്താവായ യേശുക്രിസ്തു എന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. എന്റെ ഓട്ടം എന്താണ്? ഈ ഓട്ടം, ആ ഓട്ടം എന്ന് പറയുന്നത് ജീവിതമാണ്. കർത്താവിൽ ജീവിക്കുന്ന ജീവിതമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് ഓട്ടം എന്ന് പറയുന്നത്. അത് ആത്മീക ശുശ്രൂഷയോടുള്ള ബന്ധത്തില്ല, മറിച്ച് കർത്താവിന്റെ മക്കൾ എന്ന നിലയിൽ ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന ജീവിതത്തെയാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. എന്റെ ഓട്ടം ഈ ലോകത്തിൽ എത്ര നാൾ എനിക്ക് തന്നിട്ടുണ്ടോ, ആ നാളുകൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അവനെ സാക്ഷിച്ചുകൊണ്ട്, അവനെ വെളിപ്പെടുത്തിക്കൊണ്ട്, അവന് മുമ്പാകെ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന അനുഭവം, അതാണ് ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുകയുണ്ടായി, ധാർമ്മിക ജീവിതമല്ല, പിന്നെയോ ക്രിസ്തീയ ജീവിതമാണ് നാം പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതം ക്രിസ്തോന്മുഖമാണ്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്, ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ജീവിതമാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവിതമാണ്. അവൻ അനുരൂപരായി ജീവിക്കുക, അവനെ പോലെ ജീവിക്കുക, അവന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുക, അതാണ് ക്രിസ്തോന്മുഖമായ ജീവിതം. അതെ, ഇവിടെ നമുക്കുള്ള ഓട്ടം അത് ഏതാണെന്ന് തിരിച്ചറിയണം. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു എന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പൗലോസിന്റെ ആഗ്രഹമാണ്. എന്താ? കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തേക്കണം. യേശുക്രിസ്തു നമുക്ക് ശുശ്രൂഷ തന്നിട്ടുണ്ട്, എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് പോലും ശുശ്രൂഷ തരാതിരുന്നിട്ടില്ല. വീണ്ടും രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. അതില്ലാതെ നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ രക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും വിചാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കൊരു ശുശ്രൂഷയുണ്ട്, കർത്താവിനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഏതാണെന്ന് ഞാൻ തിരിച്ചറിയണം. നാം വായിക്കുന്ന പോലെ അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയുവിൻ. അർഹിപ്പോസ് ഫിലേമോന്റെ മകനായിരിക്കുന്ന അർഹിപ്പോസിനോട് പറയുകയാണ്, അവനെ പ്രബോധിപ്പിക്കുകയാണ്, കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ശുശ്രൂഷ ലഭിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയണം. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്നത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് ഇനി മേലാൽ സംഭവിക്കാനുള്ളത്. അപ്പോൾ 3 ഭാഗങ്ങളായിട്ട് വെളിപ്പാട് പുസ്തകം തിരിച്ചിരിക്കുന്നു. അങ്ങനെ നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. അങ്ങനെ നാം വായിച്ചു വരുമ്പോൾ അവസാനമായിട്ട് നാം വായിച്ച വാക്യമാണ്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. വിശുദ്ധ വേദപുസ്തകത്തിൽ 38 പ്രാവശ്യം കണ്ണും തുറന്ന വാക്ക് വന്നിട്ടുണ്ട്. 38 പ്രാവശ്യം കണ്ണുനീർ എന്ന വാക്കുണ്ട്. അതിൽ അവസാനത്തെ വാക്കാണ് ഇവിടെ, അവസാന വാക്യമാണ് ഇവിടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നാം അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകത കാണുന്നുണ്ട്. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശു വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. അവിടെ ആ അവസാന 2 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. അവസാനത്തെ വാഗ്ദത്തം എന്താണ്? അവസാനത്തെ വാഗ്ദത്തം ഇതാ ഞാൻ വേഗം വരുന്നു. അവസാനത്തെ വാഗ്ദത്തം, കർത്താവിന്റെ അവസാനത്തെ വാഗ്ദത്തമാണ് ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണല്ലോ, വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നവനാണല്ലോ. അവൻ വേഗം വരും. പ്രത്യാശയോടെ നാം കാത്തിരിക്കുകയാണ്. അവൻ വരുമ്പോൾ നമ്മുടെ കണ്ണീരെല്ലാം അവൻ തുടച്ചു കളയും. മാത്രമല്ല, 2-ാമത്തെ കാര്യം, ദ ലാസ്റ്റ് പ്രയർ. എന്താണ് പ്രാർത്ഥന? ആമേൻ. കർത്താവായ യേശുവേ
വരയണമേ. നമ്മുടെ പ്രാർത്ഥനയുടെ അന്തമതായിരിക്കട്ടെ, കർത്താവായ യേശുവേ വരയണമേ. യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. പ്രാർത്ഥന എന്താണ്? കർത്താവായ യേശുവേ വരയണമേ. ഈ ഒരു ചിന്തയും ആഗ്രഹവും താല്പര്യവും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന് കർത്താവ് വരണമേ എന്ന ആഗ്രഹം നമുക്ക് വാസ്തവമായിട്ടുണ്ടോ? അവൻ ഇന്ന് വന്നാൽ അത് സന്തോഷമാണെന്ന് പറയാൻ നമുക്ക് എത്ര പേർ കഴിയും? അതെ, അവൻ ഇന്ന് വന്നിരുന്നെങ്കിൽ എന്ന് സന്തോഷത്തെ ഓർക്കുവാൻ എത്ര പേർ കഴിയുന്നുണ്ട്? പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മെ കർത്താവിന്റെ വരവിനെ തടസ്സപ്പെടുത്തുവാൻ കാരണമായി തീരാറുണ്ട്. ഇപ്പോഴൊന്നും കർത്താവ് വരണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇനിയും കുറെ കാര്യങ്ങൾ, കുറെ സ്ഥലത്തൊക്കെ പോകാനുണ്ട്, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ വരണ്ട. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അവിടുന്ന് ഏത് സമയത്തും വരും. അവൻ വരുമ്പോൾ അതേ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ ജനം. പ്രത്യാശയൊന്നും കാത്തിരിക്കാം. മാത്രമല്ല, ഒടുവിലായിട്ട് ദ ലാസ്റ്റ് പ്രൊവിഷൻ. എന്താണ് ആ പ്രൊവിഷൻ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അതെ, ദ ലാസ്റ്റ് പ്രോമിസ്, ദ ലാസ്റ്റ് പ്രയർ, ദ ലാസ്റ്റ് പ്രൊവിഷൻ, 3 കാര്യങ്ങൾ വായിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു. മാത്രമല്ല, ഇതാ വേഗം വരുന്നു എന്നുള്ളത് അവിടെ 2 പ്രാവശ്യം, ഈ അധ്യായത്തിൽ നിന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടാലും ഇതാ ഞാൻ വേഗം വരുന്നു. ഇംഗ്ലീഷില് ബിഹോൾഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിഹോൾഡ്, അത് 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അതുപോലെ തന്നെ 12-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ബിഹോൾഡ് എന്ന് പറഞ്ഞ എന്താർത്ഥം? കാണുക, കാൺമീൻ, കാൺമീൻ, ശ്രദ്ധിച്ചു കാണുവിൻ, ഇതാ ഞാൻ വേഗം വരുന്നു. ശ്രദ്ധിച്ചു നോക്കുവിൻ, ഇതാ ഞാൻ വേഗം വരുന്നു. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവന്റെ വരവിന് വേണ്ടി സൂക്ഷ്മതയോട് ഒന്ന് നോക്കി പാർത്തിരിക്കാം. അതാണ് പറഞ്ഞതിന് സാരം. കർത്താവിന്റെ വരവിന് വേണ്ടി എത്രത്തോളം നാം സൂക്ഷിച്ചു നോക്കുന്നവരാണ്, അവന്റെ വരവിന് വേണ്ടി എത്രത്തോളം നാം കാത്തിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിച്ച വാക്യത്തിൽ അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എന്താണ് കണ്ണുനീര്? ബൈബിളിലെ ആദ്യത്തെ വാക്യം, ഈ കണ്ണുനീരിനെ കുറിച്ച് ആദ്യത്തെ വാക്യം രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഹിസ്കിയാവിനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹിസ്കിയാവിനുള്ള ബന്ധത്തിൽ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ദൈവം അവന്റെ കണ്ണുനീർ കണ്ടു. എന്താ അവൻ കരയാൻ കാരണം? ദൈവം പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നീ മരിച്ചു പോകും. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. അത് കേട്ടപ്പോൾ ഹിസ്കിയാവ് ഇരുന്ന് കരയുകയാണ്. ഹിസ്കിയാവ് കണ്ണുനീർ വാർക്കുകയാണ്. അവൻ കരയുന്നത് എന്തിനാ? ഹിസ്കിയാവ് പറയാണ്, കർത്താവേ, ഞാൻ നിന്നുമ്പാകെ നേരോടെയാണ് നടന്നത്, നിഷ്കളങ്കയോടാണ് പെരുമാറിയത്. ഇനി ഞാൻ ഇപ്പോൾ ഉടനെ മരിക്കണമോ എന്നുള്ള ചോദ്യമായിരിക്കാം. ഏതായാലും അവൻ കരഞ്ഞു. അവന്റെ കണ്ണുനീർ ദൈവം കണ്ടു. ദൈവം കണ്ടിട്ട് എന്ത് ചെയ്തു അറിയാമോ? എന്ത് ചെയ്തെന്ന് ഒന്ന് പറഞ്ഞു തന്നു. ഉടനെ നിന്നേ. അവന്റെ കണ്ണുനീർ കണ്ടു. 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്തു. 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്തു. ഈ 15 വർഷം നീട്ടിക്കൊടുത്തപ്പോൾ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടല്ലോ. മറിച്ച് ഞാൻ പറയട്ടെ, മനശ്ശെ എന്ന മകൻ ജനിക്കുവാൻ കാരണമായി തീർന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്ര ദുഷ്ടത പ്രവൃത്തി രാജാവ് വരെ ഉണ്ടായിരുന്നില്ല. ദുഷ്ടനായ മനസ്സ് ജനിക്കുവാൻ കാരണമായി തീർന്നു ഈ 15 വർഷത്തെ ആയുസ് നീട്ടിക്കൊടുത്തപ്പോൾ. പ്രിയമുള്ളവരെ, കർത്താവിനുമ്പാകെ നാം കരയുമ്പോൾ, നമ്മുടെ സാക്ഷ്യം പിടിച്ച് നാം കരയുമ്പോൾ അവൻ ചില കാര്യങ്ങൾക്ക് തന്നിരിക്കും. പക്ഷെ അതൊക്കെ ദൈവനാമ മുഖത്തായി തീരണമെന്നില്ല. ഇവിടെ ഹിസ്കിയാവ് കരഞ്ഞു, 15 വർഷം നീട്ടിക്കൊടുത്തു. പക്ഷേ അവന്റെ കണ്ണുനീർ ദൈവം കണ്ടു, അവനോട് മനസ്സലിഞ്ഞു, അവൻ ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു. പക്ഷേ അത് പ്രയോജനമായിരുന്നില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അത് കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അത് കർത്താവിന്റെ മഹത്വമായി തീരുന്നുണ്ടോ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ലഭിക്കുന്ന ജോലിയാകട്ടെ, നമുക്ക് ലഭിക്കുന്ന ധനസമ്പത്താകട്ടെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാകട്ടെ, ഇതൊക്കെ കർത്താവിന്റെ മഹത്വത്തിനായി തീരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഹിസ്കിയാവിന്റെ കണ്ണുനീർ കണ്ടു. കരഞ്ഞു എന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ 97 പ്രാവശ്യമുണ്ട്. കണ്ണുനീർ മാത്രമല്ല, കരച്ചിലുമുണ്ട്, നിലവിളിയുണ്ട്, കരച്ചിലുണ്ട്. ഇവിടെ കണ്ണുനീരിനെ കുറിച്ച് പറയുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഉപ്പുവെള്ളമാണ്. അത് കണ്ണിന്റെ മുകളിലുള്ള ലാക്രിമൽ എന്ന് പറയുന്ന ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളമാണ്. ലാക്രിമൽ, കണ്ണിന് മുകളിലുള്ള, അതാണ് കണ്ണുനീര്. എന്നാൽ വിയർപ്പ് അങ്ങനെയല്ല. വിയർപ്പ് വെള്ളവും ഇലക്ട്രോലൈസും ചേർന്നതാണ്. അത് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ്, ചൂടിന്റെ അനുഭവമാണ്. ഈ കണ്ണുനീര് അത് എന്തുകൊണ്ടാണ് വരുന്നത്? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് വാക്യത്തിലേക്ക് വരാം. 7:17. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെയും തുടച്ചു കളയുകയും ചെയ്യും. എത്ര വാഗ്ദത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്! ആവർത്തിച്ച് പറയുകയാണ്, അതെ, ദൈവം തന്നെ തുടച്ചു കളയും, മനുഷ്യരല്ല.
ഞാനിങ്ങനെ ഒന്ന് ഓർക്കുകയായിരുന്നു, ദൈവം എന്റെ കണ്ണുനീരിൽ തുടയ്ക്കുന്ന അനുഭവം. നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിക്കാം, ഒന്ന് ഓർക്കാം, നമ്മുടെ ഭാവനയിൽ നിന്ന് കാണാം. സർവശക്തനായ കർത്താവ് നമ്മെ രക്ഷിച്ചവൻ, നമ്മെ വീണ്ടെടുത്തവൻ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ കണ്ണുനീരിൽ തുടയ്ക്കുന്ന അനുഭവം എത്ര മനോഹരമാണ്. മനുഷ്യർക്ക് കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുകയില്ല. മനുഷ്യർക്ക് തുടയ്ക്കുന്ന പരിമിതിയുണ്ട്, മനുഷ്യർക്ക് ആശ്വസിപ്പിക്കുന്ന പരിമിതിയുണ്ട്. നമുക്കറിയാം, നൈല വിധവയോട് കർത്താവ് എന്താ പറഞ്ഞത്? കരയണ്ട, കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ അതേ ആ വിധവയുടെ മകനെ ജീവിപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ സ്നേഹത്തെ കാണാൻ സാധിക്കുകയാണ്. ഇന്ന് പകലിൽ കർത്താവിനെ സഹായിക്കട്ടെ. കണ്ണുനീരിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 രാജാക്കന്മാർ 20:5 നാം ഓർത്തു. ഹിസ്കിയാവിന്റെ കണ്ണുനീർ, അവന്റെ കണ്ണുനീരിന്റെ കാരണം അവൻ മരിക്കുമെന്നുള്ളതായിരിക്കും. ദൈവത്തിന്റെ ആ ചിന്ത കേട്ടിട്ട് അവൻ ദൈവഭാഗം നിലവിളിക്കുകയാണ്. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം, കണ്ണുനീരിന്റെ 2ാമത്തെ കാരണം. യോബ് 16:20. എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എന്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. കണ്ണുനീരുണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? പരിഹാസം. പരിഹാസം. ഈ ലോകത്തിൽ നമുക്ക് പരിഹാസമേ ഉള്ളൂ. ലോകം നമ്മെ പരിഹസിക്കുക. ദൈവത്തിന്റെ മക്കളിൽ നിന്ന് നാം നിൽക്കുന്ന പരിഹാസം നിസ്സാരമല്ല. ഇവിടെ പറയുകയാണ്, എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എന്നെ പരിഹസിക്കുന്നു. പ്രിയമുള്ളവരെ, പരിഹാസത്തിന്റെ അനന്തരഫലമാണ് കണ്ണുനീർ പൊഴിക്കുവാൻ കാരണം. നമ്മുടെ ജീവിതത്തിൽ നാം പരിഹാസം ഏറ്റിട്ടുണ്ട്. നമ്മെ പരിഹസിച്ചവർ അനേകരുണ്ട്. നാം കരഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ. കണ്ണുനീർ വാർത്ത കർത്താവേ, അവരെന്നെ പരിഹസിക്കുന്നു. ഒരു കാരണം ഇതാണ്, പരിഹാസം. സ്നേഹിതരുടെ പരിഹാസം കണ്ണുനീർ അതേ വരുത്തുവാൻ ഇടയായിത്തീരുന്നു. നമ്മുടെ കണ്ണുനീർ നാം പലപ്പോഴും ആ നിലയിൽ കരഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 6:6 നമുക്ക് വായിക്കാം. സങ്കീർത്തനം 6:6. അവിടെ ദാവീദ് പറയുകയാണ്, എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് എന്റെ കട്ടിനെ നനയ്ക്കുന്നു. ദാവീദ് ദൈവ കോപത്തിന്റെ മുമ്പിൽ കണ്ണുനീർ പൊഴിക്കുന്നത് നാം കാണുക. ദാവീദ് ദൈവത്തിന്റെ കോപത്തിന് മുമ്പിൽ കണ്ണുനീർ പൊഴിക്കുകയാണ്. 6-ാം സങ്കീർത്തനം വായിച്ചാൽ അഷ്ടമരാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം വായിക്കുന്നു. അവിടെ കാണുകയാണ് ദാവീദ് അതേ ദൈവ കോപത്തിന് മുമ്പിൽ കണ്ണുനീർ പൊഴിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം കരയുന്നവരാണ്? കണ്ണുനീരുണ്ടോ? നമുക്ക് കണ്ണുനീർ ഒഴുക്കാറുണ്ടോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴും കണ്ണുനീരിൽ കുതിർന്ന ജീവിതമാണ്. അതിന് സംശയമേതുമില്ല. ഈ ലോകത്തിൽ അവന് സുഖമില്ല. ഈ ലോകത്തിൽ ലോകപ്രകാരം അവന് സന്തോഷിപ്പാൻ ഒന്നുമില്ല. അവന്റെ ജീവിതം കണ്ണുനീരിൽ കുതിർന്ന ജീവിതമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദാവീദ് കരയുകയാണ്. 42-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കോരഹപുത്രന്മാർ പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. അതെ, അവരോട് ചോദിക്കുക, കോരഹപുത്രന്മാർ, നിന്റെ ദൈവം എവിടെ? നമ്മോടൊക്കെ ചോദിക്കാറുണ്ട് പലരും, നിന്റെ ദൈവം എവിടെയാ? നിന്റെ ദൈവത്തിന് ശക്തിയുണ്ടോ? നിന്റെ ദൈവം എന്താ അനങ്ങാതിരിക്കുന്നത്? നിന്റെ ദൈവം എന്താ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നത്? കോരഹപുത്രന്മാര് നമുക്കറിയാം, അവരുടെ പിതാക്കന്മാർ അതേ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിന്റെ ക്രോധത്തിന് ഇരയായി തീർന്നപ്പോൾ അവർ രക്ഷപ്പെട്ടവരാണ്. അവർ ആ ക്രോധാഗ്നിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. അവർ പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവവേദന്റെ ജീവിതം കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നതാണ്. കണ്ണുനീർ നിറഞ്ഞ ഭൂമിയാണ്, ജീവിതമാണ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ണുനീരേ ഉള്ളൂ. പാട്ടുകാരൻ പാടുന്നുണ്ട്, തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ട്, എന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ. ഈ ലോകത്തിൽ തോരാത്ത കണ്ണുനീര് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 56-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു. ദാവീദ് ഗത്തിൽ വെച്ച് ഫെലിസ്ത്യർ പിടിക്കപ്പെട്ടപ്പോൾ ദാവീദ് പറയുകയാണ്, നീ എന്റെ ഉഴച്ചകളെ എണ്ണുന്നു. ഉഴച്ചകൾ എന്ന് പറയുമ്പോൾ വാണ്ടറിങ്സ്, എന്റെ വാണ്ടറിങ്സ്, ഞാൻ ഉഴന്നു നടക്കുന്നത് നീ അറിയുന്നു. മാത്രമല്ല, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അതെ, അലഞ്ഞു നടക്കുമ്പോൾ, ഉഴന്നു നടക്കുമ്പോൾ കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയമുള്ളവരെ, കർത്താവ് സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് കണ്ണുനീരേ ഉള്ളൂ. അത് തുടയ്ക്കുവാനാണ് കർത്താവ് വരുന്നത്. നമ്മുടെ പ്രത്യാശയും നമ്മുടെ ധൈര്യവും അത് തന്നെയാണ്. 119-ാം സങ്കീർത്തനം 136-ാം വാക്യത്തിൽ അവിടെ വേറൊരു കാര്യം കാണുന്നുണ്ട്. സങ്കീർത്തനക്കാരന്റെ കണ്ണുനീരിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്, അവൻ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായതുകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. 119-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്താണ് കാരണം? ജലനദികൾ കണ്ണിൽ കൂടി ഒഴുകുകയാണ്. എന്താ കാരണം? അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായതുകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ കൽപ്പന മറ്റുള്ളവർ അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്?
കർത്താവിന്റെ കൽപ്പന നമ്മെ കേൾക്കുന്നവർ അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താ? ഇവിടെ പറയുകയാണ്, എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതം കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്ന ജീവിതമാണ്. ഒഴുകണം, കണ്ണുനീർ ഒഴുകണം. നാം കരയണം, കരഞ്ഞ് വിലപിക്കണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ ധാരാളം ദൈവകൃപ നമുക്ക് നൽകട്ടെ. 84 സങ്കീർത്തനം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, കണ്ണുനീർ താഴ്വരയിൽ കൂടി നടന്നാലും അവർ അതിനെ മുറ്റും ജലാശയമാക്കി തീർക്കുന്നു. കണ്ണുനീർ താഴ്വരയുണ്ട് എനിക്ക് അനവധി. പാട്ടുകാരൻ പാടുന്നുണ്ട്. ദൈവമക്കളെ, നമുക്കുള്ളത് കണ്ണുനീർ താഴ്വരയാണ്. ഈ ലോകത്തിൽ കണ്ണുനീർ മാത്രമേ ഉള്ളൂ. അവർ അതിനെ മുറ്റും ജലാശയമാക്കി തീർക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആത്മാർത്ഥതയോടും ചോദിക്കട്ടെ, എത്ര നാളായി ഒന്ന് കരഞ്ഞിട്ട്, എത്ര നാളായി ഒന്ന് നിലവിളിച്ചിട്ട്, എത്ര നാളായി കണ്ണുനീരിൽ ഒഴുകിയിട്ട്? സന്തോഷിക്കണം, അത് നല്ലത് തന്നെ. പക്ഷേ ഈ വിധ കാരണങ്ങളെ ഓർത്ത് കരയുവാൻ നമുക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? ഇനിയും കണ്ണുനീരിന്റെ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 126-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. 126-ന്റെ 5-6 വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. എന്താണ് കണ്ണുനീരിന്റെ ശുശ്രൂഷ? വിതയാണ് കണ്ണുനീരിന്റെ ശുശ്രൂഷ. കണ്ണുനീരിൽ കുതിർന്ന വചനങ്ങൾ വിതയ്ക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവിന്റെ വചനം അറിയിക്കാൻ പോകുമ്പോൾ എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്? പാപികൾ രക്ഷിക്കപ്പെടുവാൻ എത്രത്തോളം നാം ദൈവമായി കരഞ്ഞിട്ടുണ്ട്? കണ്ണുനീരിൽ കുതിർന്ന ശുശ്രൂഷകൾ. അതേ, കണ്ണുനീരോടെ വിതയ്ക്കുക. നാം എങ്ങനെയാണ് വിതയ്ക്കുന്നത്? നാം വിതയ്ക്കുന്നത് ഫലം കാണാതെ പോകുന്നെങ്കിൽ അതിന്റെ കാരണം, അതിന്റെ പിന്നിൽ കണ്ണുനീരില്ല. ആ വിത്തിനെ ഒന്ന് നനയ്ക്കുവാൻ നമുക്ക് കണ്ണുനീരില്ല. നാം എങ്ങനെയൊക്കെ അറിയിച്ചു പോരുകയാണ്. കർത്താവിനെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകയും. സുവിശേഷം അറിയിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഹൃദയഭാരം ഉണ്ടാകണം, അതിന്റെ പിന്നിൽ കണ്ണുനീരുണ്ടാകണം, അതിനു മുമ്പിൽ വേദന ഉണ്ടാകണം. പൗലോസ് പറയുന്ന പോലെ, എനിക്ക് ഭാരമുണ്ട്, എനിക്ക് നോവുണ്ട്. അതെ, തന്റെ ചാർച്ചക്കാർ രക്ഷിക്കപ്പെടണമെന്ന് തന്റെ ആഗ്രഹത്തിൽ പൗലോസ് പറയുകയാണ്, എനിക്ക് വലിയ ഭാരമുണ്ട്, എനിക്ക് വലിയ നോവുണ്ട്. ഈ നോവ് നമുക്കുണ്ടോ? കർത്താവിനെ സഹായിക്കട്ടെ. അതെ, കണ്ണുനീരോടെ വിതയ്ക്കുവാൻ. അതെ, വിത്ത് നനയ്ക്കുന്ന നമുക്കറിയാം. വിത്ത് നനയ്ക്കുന്ന എങ്ങനെയാണെന്നറിയാം. ആദ്യം വിത്ത് വെള്ളത്തിൽ ഇടും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വാരി വയ്ക്കും, അത് കൂട്ടി പൊത്തി വയ്ക്കും, അതിന് മുകളിൽ ഭാരം കയറ്റി വയ്ക്കും. 2-3 ദിവസം അതങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അത് തിരിച്ചു മറിച്ചിടും. നമുക്കറിയാം, അവസാനം മുള വരും. ആ ഭാരം വെച്ചില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല, അത് നനച്ചില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല, അത് പൊത്തിവെച്ചില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല. മുളയ്ക്കണമെങ്കിൽ ഈ പ്രക്രിയകളെല്ലാം നടക്കണം വിത്തിനോടുള്ള ബന്ധത്തിൽ. എന്നാൽ കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ അടുത്ത അനുഭവം എന്താ? ആർപ്പോടെ കൊയ്യും. കറ്റ ചുമന്നും വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടും വരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ സഹായിക്കട്ടെ. കണ്ണുനീരിന്റെ ശുശ്രൂഷ ഏതാണ്? ഒന്ന്, സുവിശേഷം അറിയിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന കണ്ണുനീരിന്റെ അനുഭവം. രണ്ടാമതായിട്ട് യെരമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാം. അവിടെ അത് യെരമ്യാ പ്രവാചകൻ പറയുകയാണ്, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയാണെന്ന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിഹതന്മാർ നിമിത്തം കരയുക. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ മുമ്പോട്ട് പോകുന്ന തന്റെ ജനത്തെ നോക്കിക്കൊണ്ട് യെരമ്യാവ് കരയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുസരിക്കാതിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൽ നകന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്? എത്രത്തോളം നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, പിന്മാറ്റത്തിലേക്ക് പോകുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്? പ്രിയമുള്ളവരെ, യെരമ്യാ പറയുകയാണ്, അവൻ കരയുന്ന പ്രവാചകനാണല്ലോ. അവൻ കരയുന്നത് എന്താണ്? എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയണതിന് എന്റെ തലവെള്ളവും എന്റെ കണ്ണുനീറുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എത്രത്തോളം നാം കരഞ്ഞിരിക്കുന്നു. അടുത്തത് കണ്ണുനീരിന്റെ ശുശ്രൂഷ. പത്രോസിന്റെ അനുഭവം നാം കാണുന്നുണ്ട്. നാം വായിക്കുന്നത് 26-ന്റെ മത്തായി 26-75 നാം കാണുന്നുണ്ട്. പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. എന്താ കാരണം? കർത്താവിനെ താൻ തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞു. തന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ വേണ്ട എന്ന് വെച്ച് അവനോട് മറുതലിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ അത് ഭാരം തോന്നാറുണ്ട്. കർത്താവിനെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ചതെല്ലാം കർത്താവ് തന്നതാണെന്ന് തിരിച്ചറിവ് നോക്കുണ്ടോ? നമുക്ക് ലഭിച്ച ആരോഗ്യം, നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം, നമുക്ക് ലഭിച്ച ജോലി, നമുക്ക് ലഭിച്ചായിരിക്കുന്ന ആയുസ് കർത്താവ് തന്നതാണ്. ഈ ചിന്ത നാം ഭരിക്കുന്നുവെങ്കിൽ എത്രത്തോളം നാം അവനെ സ്നേഹിക്കുവാൻ കടംപെട്ടിരിക്കുന്നു. പത്രോസ് അതേ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. തന്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു.
ആ പരാജയത്തിന് മുമ്പിൽ പത്രോസ് പൊട്ടിക്കരയുകയാണ്. അത് കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്രത്തോളം നമ്മുടെ കുറവുകളെ ഓർത്ത് കരയുവാൻ നമുക്കിടയായിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകളെ ഓർത്ത് കരയുവാൻ നമുക്ക് എത്രത്തോളം ഇടയായി തീർന്നുണ്ട്. ലൂക്കോസ് 7:38 ഒരു സ്ത്രീയെ കുറിച്ച് നാം കാണുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് കരയുകയാണ്. അവൾ കർത്താവിന്റെ കാൽക്കൽ കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനയ്ക്കുന്നു, തലമുടി കൊണ്ട് അവന്റെ കാൽ തുവർത്തുന്നു. എന്താണ് അവിടെ കാണുന്നത്? അതെ, ഈ വിധത്തിൽ അവൾ തന്റെ അനുതാപവും വിശ്വാസവും സ്നേഹവും മഹത്വമായ കർത്താവിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു. അത് കണ്ണുനീരിന്റെ ശുശ്രൂഷയായിരുന്നു. അവൾ കഴിഞ്ഞപ്പോൾ എന്താ വെളിപ്പെടുത്തിയത്? ഈ വിധത്തിൽ അവൾ തന്റെ അനുതാപവും വിശ്വാസവും സ്നേഹവും മഹത്വമായ കർത്താവിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ദൈവമക്കളായി നാം കണ്ണുനീർ ഒഴുക്കുമ്പോൾ അവിടെ നാം വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, മാത്രമല്ല എന്റെ കർത്താവ് മഹത്വവാനാണെന്ന് തെളിയിക്കണം എന്ന് പകരം കർത്താവിനെ സഹായിക്കട്ടെ. അവനോട് നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട്, നാം അവനെ എത്രത്തോളം സ്നേഹിക്കുന്നു. ഈ സ്ത്രീയെ കുറിച്ച് കർത്താവിന് സാക്ഷ്യമുണ്ട്. അവിടെ എന്താ കർത്താവ് പറയുന്നത്? അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അവൾ കണ്ണീർ ഒഴുക്കിയപ്പോൾ, അവൾ അവന്റെ കാൽ നനച്ചപ്പോൾ, അവന്റെ കാൽ തുടച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി, കർത്താവ് തിരിച്ചറിഞ്ഞു ഇവൾ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന്. ഇന്ന് പകലിൽ കർത്താവ് നമ്മോട് സാക്ഷ്യം പറയണയാകട്ടെ. അവൻ വളരെ സ്നേഹിച്ചുവല്ലോ, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ എന്ന് നമ്മെ കുറിച്ച് സാക്ഷ്യം പറയാനിടയാകണം. അതാണ് നമ്മെ കുറിച്ച് ദൈവത്തിന് ഇഷ്ടം. അത് കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. അപ്പോസ്തലപ്രവൃത്തി 20-19 നമുക്ക് വായിക്കാം. അത് അടുത്ത ശുശ്രൂഷയാണ്. 20-19 എങ്ങനെയാണ് ഒരു കർത്താവിനെ സേവിച്ചത്? അവിടെ വായിക്കുകയാണ്, എനിക്കുണ്ടായ കഷ്ടങ്ങളോടും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടിനാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കർത്താവിനെ സേവിച്ചു. അപ്പോൾ കണ്ണുനീരിന്റെ ഒരു ശുശ്രൂഷ എങ്ങനെയായിരുന്നു? കഷ്ടങ്ങളോട് കർത്താവിനെ സേവിക്കുക, കണ്ണുനീരോടെ കർത്താവിനെ സേവിക്കുക. എങ്ങനെയാ കർത്താവിനെ സേവിക്കുന്നത്? നാം കർത്താവിനെ സേവിക്കുന്നവരാണ്. നാം എങ്ങനെ കർത്താവിനെ സേവിക്കുന്നു? നാം കർത്താവിന് ദാസന്മാരാണ്. വാസ്തവത്തിൽ നാം എത്രത്തോളം അവർ ദാസനാകുന്ന നിലയിൽ അവനെ സേവിക്കുന്നു. അതെ, അതിന് 31 വായിക്കാം. 31 അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഓ ബുദ്ധി പറഞ്ഞു ഓർത്തുകൊള്ളുവിൻ. എങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുത്തത്? രാപ്പകൽ ഇടവിടാതെ 3 സംവത്സരം കണ്ണീർ വാർത്തും കൊണ്ട് ഓരോരുത്തർ ബുദ്ധി പറഞ്ഞു എന്ന് ഓർത്തുകൊള്ളുവിൻ. ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഉപദേശിക്കാൻ വളരെ എളുപ്പമാ. എന്റെ കൂട്ടു സഹോദരനെ, എന്റെ കൂട്ടു സഹോദരിയെ ഞാൻ ഉപദേശിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എനിക്ക് കണ്ണുനീർ ഉണ്ടായിരിക്കണം. കണ്ണുനീരോട് അല്ലെങ്കിൽ ആ ഉപദേശം ഫലിക്കുകയില്ല, ആ ഉപദേശം ഏൽക്കുകയില്ല, സ്വീകരിക്കുകയില്ല. ഇവിടെ പൗലോസ് പറയുന്നത് 3 സഭയുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നു 3 സംവത്സരം ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത്. ഓരോരുത്തന് വ്യക്തിപരമായി പൗലോസ് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. എങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുത്തത്? എന്റെ സഹോദരനോട് ഞാൻ ബുദ്ധി പറയാൻ പോകുമ്പോ എന്റെ ഉള്ളിൽ കണ്ണുനീരുണ്ടോ? എന്റെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടോ? കണ്ണുനീരോടെയാണ് പോകുന്നത്. പലപ്പോഴും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും ആശ്രയിച്ചൊക്കെ നാം ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നന്മയുണ്ടാകുകയില്ല, ശ്രേഷ്ഠതയുണ്ടാകില്ല, പ്രയോജനം ഉണ്ടാകുകയില്ല. ഇവിടെ പൗലോസ് പറയുന്നു 3 സംവത്സരം ഇടവിടാതെ രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തർ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ഇന്ന് പകൽക്കാലം അതേ ബുദ്ധി ഉപദേശം കണ്ണുനീരിന്റെ പിൻബലത്തോടെ ആയിരിക്കട്ടെ. പ്രസംഗം കണ്ണുനീരിന്റെ പിൻബലത്തോടെ ആയിരിക്കട്ടെ. ദൈവം നിൽക്കുമ്പോൾ, അതെ അവന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഹൃദയം തകർന്ന അവസ്ഥയിൽ കണ്ണുനീരിന്റെ പിൻബലത്തോടെ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ശുശ്രൂഷ ദൈവം മാനിക്കുന്നതാണ്. ആ ശുശ്രൂഷ ഫലകരമായിരിക്കും. അത് ദൈവനാമത്തിന് മഹത്വമുണ്ടാകും, സംശയമേതുമില്ല. നമ്മുടെ ബുദ്ധിയിൽ നിന്നല്ല, നമ്മുടെ ആയിരിക്കുന്ന ആ പരിജ്ഞാനത്തിൽ നിന്നല്ല, മറിച്ച് കണ്ണുനീരോടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. ഫിലിപ്പിയ ലേഖനം 3-18 പൗലോസ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. പൗലോസ് കരഞ്ഞും കൊണ്ട് പറയാ. എന്താ? ക്രൂശിന്റെ ശത്രുക്കളായിട്ട് അനേകര് നടക്കുന്നുണ്ട്. തിമോത്തിയോസ് 2 തിമോത്തിയോസ് 1:4 പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, നിന്റെ കണ്ണുനീർ ഓർത്തും. അതെ തിമോത്തിയോസേ, നിന്റെ കണ്ണുനീർ ഞാൻ ഓർക്കുന്നു. നീ കണ്ണുനീർ ഒഴുക്കുന്നവനാണ്, നീ കണ്ണുനീർ ഒഴുക്കുന്നവനാണ്, നീ കരയുന്നവനാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? കരയുവാൻ നമുക്ക് ഈ ദിവസങ്ങൾ ധാരാളം കൃപ നൽകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതേ കരയുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യം
അവിടെ കർത്താവിനെ വായിക്കണം. അവൻ നഗരത്തോട് സമീപിച്ചപ്പോൾ എന്ത് ചെയ്തു? അതിനെ നോക്കി എന്ത് ചെയ്തു? കരഞ്ഞു. യെരൂശലേമിനെ നോക്കി കർത്താവ് കരയുകയാണ്. യെരൂശലേം എന്ന വാക്കിന്റെ അർത്ഥം ഊർശാലേം, സമാധാനത്തിന്റെ സ്ഥലം എന്നാണ്. പക്ഷേ ആ യെരൂശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു. എന്താ കരയാൻ കാരണം? കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, കോഴുതന്റെ കുഞ്ഞുങ്ങളെ ചെറുങ്ങി നിന്നെ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. ഈ നാളിൽ നിന്റെ സമാധാനത്തോട് നീയും എന്തേ മിണ്ടാതിരിക്കുന്നു? ഈ നാളിൽ നിന്റെ സമാധാനത്തോട് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് കരയാനുള്ള കാരണം എന്താ? യെരൂശലേമിന് സമാധാനത്തിൽ അറിഞ്ഞുകൂടാ. യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് സമാധാനത്തിൽ അവൾക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് കർത്താവ് നമ്മെ നോക്കി കരയുകയാണോ? നമുക്ക് സമാധാനമില്ലാതെ നാം ജീവിക്കുമ്പോൾ അവർ നമ്മെ നോക്കി കരയുകയാണ്. നാം സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ അവർ നമ്മെ നോക്കി കരയുന്നു. യെരൂശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കും കരയാം. സമാധാനമില്ലാത്ത ജീവിതങ്ങളെ നോക്കി നമുക്ക് കരയാം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ സമാധാനമില്ലെങ്കിൽ നോക്കി ഒന്ന് കരയാം. നമുക്ക് കരഞ്ഞെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. എങ്കിൽ മാത്രമേ അതേ ദൈവം നമ്മോട് സംസാരിക്കുകയുള്ളൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ കരയുന്നവർ എന്നൊരു കൂട്ടത്തെക്കാൾ ബോഖീം എന്ന് പേർ വിളിച്ചവർ കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. ദാവീദ് പറയുന്നു, സങ്കീർത്തനങ്ങൾ 55:17 വായിക്കുന്നു, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്ത് ചെയ്യും? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദ് പറയുകയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും, അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. 55 സങ്കീർത്തനം ആണ് നാം വായിക്കുന്നത്. 55:17 വാക്യം ഒന്ന് വായിച്ചാൽ മതി വീട്ടിൽ പോയിട്ട്. ദാവീദിന് കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. രാജാവായ ദാവീദിന് കരയേണ്ട ആവശ്യം നമുക്ക് എത്രത്തോളം ഉണ്ട് ആവശ്യം? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. നമ്മൾ സാധാരണ പറയുന്നത് നേരെ തിരിച്ചാ, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടെന്നാ പറയാറ്. പക്ഷെ ഇവിടെ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എത്രത്തോളം കണ്ണുനീരുണ്ട്? ഈ കണ്ണുനീർ എത്ര പ്രാവശ്യം കണ്ണുനീർ ഒഴുകിയിട്ടുണ്ട്? എത്ര കണ്ണുനീർ നാം ഒഴുക്കിയിട്ടുണ്ട്? ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴുള്ള കണ്ണുനീർ മാത്രമല്ല, അത് നമുക്കുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ഒക്കെ നാം കരയാറുണ്ട്. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മുമ്പാകെ കരഞ്ഞിട്ടില്ല, കർത്താവിന് മുമ്പാകെ കരഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന് മുമ്പാകെ കരയാം. മനുഷ്യന്റെ മുമ്പാകെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കർത്താവിന് മുമ്പാകെ നമുക്ക് കരയാം. കരയുന്നവരായിരിക്കാം. ലൂക്കോസ് 6:21 വായിക്കുന്നു, ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവ് പറയാണ്, ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ. അപ്പോൾ നമുക്ക് ഭാഗ്യവാന്മാരാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ഇപ്പോൾ കരയണം. ഇത് കരയേണ്ട സമയമാണ്. ലോകത്തിന്റെ വ്യവസ്ഥകൾ നാം കാണുമ്പോൾ നാം കരയേണ്ട സമയമാണ്. ലാസറിന്റെ കല്ലറയ്ക്കൽ നാം കാണുന്നുണ്ട്, യേശു ഉള്ളം നൊന്ത് കലക്കി അവൻ കണ്ണുനീർ വാർത്തു. എന്താ കാരണം? തന്റെ സ്നേഹിതനായിരിക്കും ലാസർ, അവൻ ഇതാ നാറ്റം വെച്ച അവസ്ഥയിൽ കെട്ടപ്പെട്ടവനായി കിടക്കേ. നാറ്റം വെച്ച അവസ്ഥയിൽ കെട്ടപ്പെട്ടവനായി കിടക്കാൻ യേശു കണ്ണുനീർ വാർത്തു. ഒരിക്കലും കർത്താവ് അത് പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെ പറയട്ടെ, മനുഷ്യൻ ഭാഷയിൽ, അവൻ എങ്ങനെ കെട്ടപ്പെട്ടവനായി കിടക്കേണ്ടവനല്ല, അവൻ അങ്ങനെ ചീഞ്ഞ് നാറ്റം വെച്ച് കിടക്കേണ്ടവനല്ല. ദൈവമക്കൾ ഒന്ന് ഓർക്കണം, നാം എങ്ങനെ ആയിരിക്കണം. നാം ഈ അവസ്ഥയിൽ കഴിഞ്ഞതല്ല. യേശു കണ്ണുനീർ വാർത്തു. അവസാനമായി നാം ഇന്നോർത്ത വാക്യം പ്രിയകർത്താസൻ ഓർപ്പിച്ചു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണം. പിന്നെ ആരെ ചൊല്ലിക്കരയണം? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയണം. എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്? നമ്മെ ഓർത്ത് നാം എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്? എൻ്റെ കുറവുകളെ ഓർത്ത് ഞാൻ എത്രത്തോളം കരഞ്ഞിട്ടുണ്ട്? കർത്താവേ, എനിക്ക് കുറവുണ്ട്, എനിക്ക് വീഴ്ചയുണ്ട്, എനിക്ക് പരാജയമുണ്ട്, ഞാൻ തെറ്റിപ്പോട്ട് കർത്താവേ കരഞ്ഞിട്ടുണ്ടോ? ദൈവമാകെ നിലവിളിച്ചിട്ടുണ്ടോ? കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ? പോരാ, നാം കരയണം. നിങ്ങളെ ചൊല്ലി കരയണം. പിന്നെ നിങ്ങളുടെ യെരൂശലേം പുത്രിമാർ, അവർ കരഞ്ഞുകൊണ്ടാണ്. അവിടെ ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് അവർ പോയത്, അല്ലെ? മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പോയി. ആ വേദഭാഗത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. സംഭവിച്ചത് കണ്ട 2 വ്യക്തികളുണ്ട്. സംഭവിച്ചത് കണ്ടിട്ട് 2 പ്രതികരണങ്ങൾ നാം കാണുന്നത്. ഒരു പ്രതികരണം, സംഭവിച്ചത് കണ്ടിട്ട് സദാതൻ എന്ത് പറഞ്ഞു? അവൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ കണ്ടപ്പോൾ, സംഭവിച്ചത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവത്തെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ശതാധിപന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആരാധനയാണ്. എന്താ അവൻ ആരാധിച്ചത്? എങ്ങനെ ആരാധിച്ചത്? ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, സത്യം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ സംഭവിച്ചത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായ പ്രതികരണം അതായിരുന്നു. എന്നാൽ സ്ത്രീകളുടെയോ മറ്റുള്ളവരുടെയോ അവർ മാറത്തടിച്ചുകൊണ്ട് പോവുകയായിരുന്നു.
പ്രിയമുള്ളവരെ, നാം സംഭവിച്ചത് കണ്ടവരാ. ആ കണ്ടപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് മനസ്സിലായി. അവന്റെ മരണം എന്റെ മരണമാണെന്ന് മനസ്സിലായി. അവന്റെ മരണം എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ നാം എന്ത് ചെയ്തു? നാം അവനെ നന്ദിയോടെ സ്തുതിപ്പാൻ അത് കാരണമായി തോന്നും. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ കാഴ്ച നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും ക്രൂസിൽ കേന്ദ്രീകൃതമായിരിക്കട്ടെ. ക്രൂസിൽ മാത്രമായിരിക്കട്ടെ നമ്മുടെ ചിന്തകൾ കേന്ദ്രീകൃതമായിരിക്കട്ടെ. ഇവിടെ കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവം. നാം കരയണം, ദിവസവും കരയണം. അല്പനേരം 2 തുള്ളി കണ്ണുനീർ ഒഴുക്കണം. നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നാം കരയണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നാം കരയണം. നമ്മെ ഓർത്ത് നാം കരയണം. പരാജയങ്ങളെ ഓർത്ത് കരയണം. വീഴ്ചകളെ ഓർത്ത് കരയണം. നമുക്ക് ഒത്തിരി വീഴ്ചകളുണ്ട്. നാം കരഞ്ഞേ മതിയാകുള്ളൂ. എന്നാൽ ഈ കണ്ണുനീരൊക്കെയും തീരുന്ന ദിവസമുണ്ട്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ.